എല്ലാവർക്കും നമസ്കാരം. കുറേ നാളുകളായിട്ട് നമ്മൾ മര്യാദയ്ക്കൊന്നും വീഡിയോ ഇടാത്തത് കൊണ്ട് നമ്മുടെ വണ്ടികളിൽ വന്ന അപ്ഡേറ്റ് ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളുടെ എത്തിക്കാൻ പറ്റിയിട്ടില്ല. പണ്ടാണെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിയാലും എന്തെങ്കിലും പണി ചെയ്താലും എന്ത് ചെയ്താലും നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഏകദേശം ഒരു 3 വർഷമായിട്ട് ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റിയിട്ടില്ല. കുറേ വണ്ടികൾ വന്നു, കുറേ വണ്ടികൾ പോയി, കുറേ വണ്ടികൾ വന്നു പോയി. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ അടുത്ത് വന്നതിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള അല്ലെങ്കിൽ കുറേ അധികം കാണിച്ചു തരാനുള്ള ഒരു സംഭവം തോന്നിയ ഒരു വണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതാണ് ലിങ്കൺ ഏവിയേറ്റർ. അപ്പോൾ ലിങ്കൺ എന്ന് പറയുന്നത് നമ്മുടെ അമേരിക്കൻ ബ്രാൻഡായ ഫോർഡിൻ്റെ ലക്ഷറി ലൈനാണ്. നമുക്ക് വോക്സ് വാഗൻ ഓഡിയും ടൊയോട്ടയ്ക്ക് ലെക്സസും ഒക്കെ ഉള്ള പോലെ ഫോർഡിൻ്റെ ലക്ഷറി ലൈനാണ് ലിങ്കൺ എന്ന് പറയുന്നത്. ഇവിടെ യു എയിലൊക്കെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. ഇതിൻ്റെ ഒരു വലിയ ചേട്ടനുണ്ട്, ലിങ്കൺ നാവിഗേറ്റർ എന്ന് പറഞ്ഞിട്ട് 7 സീറ്റർ തന്നെ കുറച്ചുകൂടെ വലുത്. അതിവിടെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള വണ്ടിയാണ്. പിന്നെ 5 സീറ്റേഴ്സ്, കോസെയർ, പഴയ MKC, MKX എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ യു എയിലുണ്ട്. അത് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ തവണ US പോയപ്പോൾ അവിടെ എൻ്റെ ചേട്ടൻ യൂസ് ചെയ്യുന്ന ഒരു ലിങ്കൺ കോണ്ടിനെന്റൽ എന്ന് പറയുന്ന ഒരു സെഡാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. പിന്നെ ലിങ്കൺ ലോയർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്കൺ കാറുകൾ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ലോയറിനെ പറ്റിയിട്ടുള്ളൊരു സീരീസാണ്. അപ്പോൾ അതാണ് നമ്മുടെ ബ്രാൻഡ്. അതിനകത്ത് തന്നെ ഏവിയേറ്റർ എന്ന് പറയുന്ന ഒരു 7 സീറ്റർ ലക്ഷറി SUV ആണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എനിക്ക് ബിസിനസ് വൈസ് ആൻഡ് ഫാമിലി വൈസ് ഒരു 7 സീറ്റർ ലക്ഷറി കാറാണ് ഇനി എനിക്ക് ആവശ്യം തോന്നിയപ്പോൾ നമ്മൾ കുറച്ച് ഓപ്ഷൻസ് നോക്കി. അതിനകത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കൺസിഡർ ചെയ്തതിന് ശേഷം ഫൈനലൈസ് ചെയ്തെടുത്തൊരു വണ്ടിയാണ് ഇത്. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് വോൾവോ XC90, ഓഡി Q7 പോലുള്ള വണ്ടികളാണ്. പിന്നെ വേറെ കുറച്ച് ഓപ്ഷൻസ് നമ്മൾ നോക്കിയിരുന്നു. ഇതിനകത്ത് ഫീച്ചേഴ്സ് കൊണ്ടും നമുക്കത് മൊത്തത്തിൽ യൂസ് ചെയ്യുമ്പോഴുള്ള ലക്ഷറി ഫീല് കൊണ്ടും സർവോപരി ബഡ്ജറ്റ് കൊണ്ടും നമുക്ക് എന്തുകൊണ്ടും ഇണങ്ങിയ ഒരു വണ്ടിയായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഒരു കാർ നമ്മൾ എടുത്തത്. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. ഞാൻ പറഞ്ഞില്ല, എന്നെ ഇംപ്രസ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും ഞാൻ ഈ വീഡിയോ വഴി ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് ഞാൻ എടുത്തത് ലിങ്കൻ്റെ തന്നെ അറിയോണ്ട് ഷോറൂമിൽ നിന്നാണ്. 2021 മോഡലാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് നമ്മളിത് എടുത്തത്. കുറച്ച് നാളായി ഉപയോഗിക്കുന്നു. കുറേ അധികം വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്, കുറേ രസമുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തെ ലുക്കിൽ നിന്ന് തുടങ്ങി ഒന്ന് കറങ്ങി വന്ന് അകത്ത് കയറി അവസാനിപ്പിക്കാം. അപ്പോൾ ആദ്യം തന്നെ വണ്ടിയുടെ പുറത്തുനിന്നുള്ള ലുക്ക് എനിക്കിഷ്ടമായി. ഞാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമായി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ എൻ്റെ വണ്ടിയെ പറ്റി പൊക്കി പറയണ മോശമല്ലേ. ഒരുവിധം വണ്ടി ആദ്യമായിട്ട് കണ്ടവരൊക്കെ കണ്ടോട്ടെ ഹായ് ബ്യൂട്ടിഫുൾ കാർ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ചെറിയൊരു ചൈന ചായ കാച്ചിൽ എനിക്ക് തോന്നി. ഇപ്പോഴത്തെ ചൈന വണ്ടികളുടെ ലുക്കിനോട് ചെറിയൊരു താതാത്മ്യം എവിടെയോ ഉള്ളതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു സംഭവം മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ അല്ലെങ്കിൽ ലുക്ക് വൈസ് കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ഇത് മറ്റേ ഓട്ടോമാറ്റിക് ക്ലോസിംഗ് ഉള്ള ഗ്രില്ലാണ്. ഇപ്പോൾ നമുക്ക് കൂടുതൽ ഡ്രാഗ് കുറയ്ക്കേണ്ടപ്പോൾ അത് ക്ലോസ് ആവുകയും കൂടുതൽ എയർ അകത്തേക്ക് വേണ്ടുള്ളപ്പോൾ തുറക്കുകയും ചെയ്യുന്ന ഗ്രില്ലാണ് ഇവിടെ വരുന്നത്. പിന്നെ വേറെ രസമുള്ള സംഭവം, ഇതിനകത്ത് ലിങ്കൺ വെൽക്കം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഞാൻ വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഈ ലോഗോ ഇലുമിനേറ്റ് ആവും. പിന്നെ ലൈറ്റ് ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് ഇങ്ങനെ സൈഡിൽ നിന്ന് കത്തും. പിന്നെ വണ്ടി ഒരു 2 ഇഞ്ച് താഴും എന്നെ വെൽക്കം ചെയ്യാനായിട്ട്, ഡ്രൈവറിനെ വെൽക്കം ചെയ്യാനായിട്ട്. അതേപോലെ വണ്ടി ലോക്ക് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ വണ്ടി ഒരു 2 ഇഞ്ച് പൊങ്ങുകയും ചെയ്യും. ലൈറ്റ് അതേ പാറ്റേണിൽ തിരിച്ചു വന്ന് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അത് കാണാൻ നല്ല രസമാണ്. ഞാനത് ഓവർലേ ആയിട്ട് ഇട്ടേക്കാം. കുറച്ചുകൂടെ ലൈറ്റ് പോയതിനു ശേഷം അതെടുത്തിട്ട് ഓവർലേ ആയിട്ട് ഇട്ടേക്കാം. പിന്നെ രസമുള്ള സംഭവമാണ് ഈ 22 ഇഞ്ച് മെഷീൻ വീൽസ് ആണ്, അലോയ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ആക്ച്വലി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. എനിക്ക് ഈ വണ്ടി എടുത്തിട്ട് ദിവസമായിട്ട് അങ്ങനെ വലിയ സ്ക്രാച്ചോ പരിപാടികളൊന്നും വന്നിട്ടില്ല. അലോയിലാണ് ചെറിയൊരു സ്ക്രാച്ച് കിട്ടിയത്. അതുതന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം അത്രയും ഭംഗിയുള്ളൊരു അലോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ ഏവിയേറ്റർ എന്നുള്ള ബാഡ്ജിങ് വരുന്നത്. പുതിയ ലിങ്കൺ ബ്രാൻഡിൻ്റെ എല്ലാ കാറുകളിലും ഇപ്പോൾ ഇങ്ങനെ ഈ സൈഡിലായിട്ടാണ് വരുന്നത്. ഈവൻ 5 സീറ്റേഴ്സ് എടുത്താലും എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു മാനുവലി കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഹോള് ഇവിടെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. മറ്റ് വിശേഷങ്ങൾ പറയാനാണെങ്കിൽ സൈഡിൽ നിന്നുള്ള പ്രൊഫൈലും നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. കാരണം ഞാൻ വേറെ വണ്ടികൾ ഇങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് ചവിട്ടിയെടുത്ത് നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ പോകണ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള പ്രൊഫൈൽ കാണാൻ നല്ല രസമുള്ള പോലെ ഒരു ഡാർട്ട് പോകുന്ന പോലൊരു ഫീലൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ചിലപ്പോൾ അത് എൻ്റെ ഈ വണ്ടി ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് നിങ്ങൾ എന്തായാലും പറയാം. അത്യാവശ്യം നല്ല നീളമുണ്ട്. ഈവൻ തേർഡ് റൈറ്റ് ഇത്തിരി ചെറുതാണെങ്കിലും വണ്ടി മൊത്തത്തിൽ കാണുമ്പോൾ ഇത്തിരി നീളമുണ്ട്. പിന്നെ റൂഫ് റെയിൽസും വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് വണ്ടിയുടെ പുറത്തുനിന്ന് കാണാനുള്ള മെയിൻ കാര്യങ്ങൾ. കുറച്ചധികം ക്രോം എലമെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പയ്യെ അകത്തേക്ക് കിടക്കാം. അവിടെയാണ് ഒരുപാട് കാര്യങ്ങളുള്ളത്. വണ്ടിയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ഡോർ കാണാം. ഡോറിനകത്ത് കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ നമ്പർ ലോക്കിംഗ് സിസ്റ്റമാണ്. ഇത് അമേരിക്കൻ SUVസിൽ വളരെ ജനറലായിട്ട് വരുന്നൊരു കാര്യമാണ്. കാരണം അവിടുത്തെ ആൾക്കാർ ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വുഡ്സിലേക്കോ അല്ലെങ്കിൽ സ്കീയിങ്ങിനോ അല്ലെങ്കിൽ വെള്ളത്തിലോ അങ്ങനെയൊക്കെ ജെറ്റ് സ്കീനൊക്കെ പോകുന്ന പരിപാടി ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് കീ ലോസ്റ്റ് ആവാതെ ഇതിനകത്തിട്ടിട്ട് നമ്പർ ലോക്ക് ചെയ്തിട്ട് പോകാനുള്ള ഒരു സിസ്റ്റമാണ്. ഇപ്പോൾ അത് ടച്ച് പാഡായി. പണ്ടൊക്കെ ഇവിടെ ചെറിയൊരു കാൽക്കുലേറ്റർ പോലത്തെ ഒരു സാധനമൊക്കെ പണ്ടത്തെ അമേരിക്കൻ SUVസിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഡോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ഇലക്ട്രിക്കലാണ്. ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ കൈ ടച്ച് ചെയ്തിട്ട് പിന്നെ ഈ ഡോറ്
ഡോറ് വലിച്ച് തുറക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ അകത്തുള്ളതും ലിവറല്ല, ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പുഷ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം വരുന്നത്. അപ്പോൾ അഥവാ നമ്മൾ വണ്ടിക്കകത്തിരിക്കുമ്പോൾ എന്തെങ്കിലും ബാറ്ററി പ്രോബ്ലം എങ്ങാനും വന്നിട്ട് ഈ സാധനം തുറക്കാൻ പറ്റാതെ ഇലക്ട്രിക്കൽ വർക്ക് ആവാതായി കഴിഞ്ഞാൽ അതിനുവേണ്ടി മാത്രം ഒരു മെക്കാനിക്കൽ ബൈപ്പാസ് ലിവർ ഇവിടെ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എന്നെ ഇംപ്രസ് ചെയ്ത വേറൊരു കാര്യമാണ് ഇതിൻ്റെ സീറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സീറ്റിൽ ഇത്രയും ബോൾസ്റ്റേഴ്സ് വരുന്നുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സിനുള്ള സ്കോപ്പ് ഉണ്ട്. 30 വേ അഡ്ജസ്റ്റബിൾ ആണ് ഇതിൻ്റെ സീറ്റ്. അതിൻ്റെ കൺട്രോൾസ് ഒക്കെ വരുന്നത് ഇവിടെയാണ്. പക്ഷേ ഈ ഒരു സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൺട്രോൾ ഓപ്ഷൻസ് വരും. ഓരോ ബോൾസ്റ്റേഴ്സും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരുപാട് ലെവൽസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തുടക്കി ഒരു തുട പൊക്കിയും ഒരു തുട താഴ്ത്തി ഇരിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ പൊതുവേ എല്ലാ കാറുകളിലും ഒരുമിച്ച് മൂവ് ചെയ്യുന്ന രീതിയിലുണ്ട്. പക്ഷേ ഇങ്ങനെ 2 സ്പ്ലിറ്റായിട്ട് പൊങ്ങുന്ന സാധനം ഞാൻ വേറൊരു കാറിൽ കണ്ടിട്ടില്ല, ഇതിലാണ് കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാർ അറിയാമെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. വേറൊരു കാര്യം, ഇവിടെ ആംബിയൻ ലൈറ്റിൻ്റെ ഒരു ലൈറ്റ് ഇതിനകത്തും വരുന്നുണ്ട്. ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഡോർ തുറന്ന് വയ്ക്കുമ്പോൾ റെഡ് കളർ മാത്രമായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾക്കോ സൈക്കിളുകൾക്കോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ റിവലിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. സൗണ്ട് സിസ്റ്റം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മൾ ഈ വണ്ടി തന്നെ ഫൈനലൈസ് ചെയ്യാനുള്ള ഒരു വലിയ റീസൺ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ അകത്ത് കയറിയിട്ട് പറയാം. ഈ വണ്ടി എടുക്കാൻ തീരുമാനിക്കാനുള്ള ഒരു മേജർ കാര്യമാണ് ഇതിൻ്റെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി. സംഭവം വൈറ്റ് ആണ് കൂടുതൽ വരുന്നത്, മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി ഈ ഒരു മൊത്തത്തിലുള്ള വൈറ്റ് പരിപാടി. അതിൻ്റെ പ്ലസ് ഈ പിയാനോ ബ്ലാക്ക് എന്ന് പറയുന്നത് എനിക്ക് വണ്ടികളിൽ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഒരുപാട് പിയാനോ ബ്ലാക്ക് എലമെന്റ്സ് വരുന്നുണ്ട്, വുഡൻ ഫിനിഷ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ക്രോം എലമെന്റ്സ് വരുന്നുണ്ട്. ക്രോം എനിക്ക് വലിയ താല്പര്യമുള്ള കേസല്ല, പക്ഷേ ഇതിനകത്ത് കുറച്ച് ടേസ്റ്റ്ഫുള്ളി നല്ലൊരു ക്രാഫ്റ്റ്മാൻഷിപ്പോട് കൂടി ചെയ്തിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഈവൻ സ്റ്റിച്ചുകളാണെങ്കിലും മറ്റ് ഒരു ഫൈനർ ഡീറ്റെയിൽസ് നല്ലോണം ശ്രദ്ധിച്ചിട്ട് നല്ലൊരു ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള പോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഇന്റീരിയറിൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ വണ്ടി എടുത്തത്. പിന്നെ ഇതിനകത്ത് വേറെ രസമുള്ള സംഭവം, ഇപ്പോൾ ഈ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്ന ഒരു ആനിമേഷൻ വരും. ഇപ്പോൾ ഈ സ്ക്രീനിലും വരും. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വണ്ടിയുടെ പേര് ഏവിയേറ്റർ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ പറക്കാൻ പോകുന്ന പോലെ ഒരു ഫീൽ തോന്നിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു മേഘങ്ങളുടെ ഇടയിൽ കൂടെ പോകുന്നൊരു പരിപാടി വരുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള സ്ക്രീൻ അല്ലാതെ വളരെ ബേസിക് ആണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രാഫിക്സും പരിപാടിയൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ കാണാം. പിന്നെ ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ് വരുന്നത് ഇവിടെയാണ്. പിയാനോ ബട്ടൺസ് പോലെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ അതുപോലെ ഇവിടെ താഴെ സ്റ്റിയറിങ്ങിന് താഴെയുള്ള ബട്ടൺസുകളും പിയാനോ ബട്ടൺസ് പോലെയാണ് വരുന്നത്. പിന്നെ വോളിയത്തിൻ്റെയും AC ബ്ലോവറിൻ്റെയും സ്വിച്ച് നമ്മുടെ നോബാണ്. അതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ ടച്ച് ആവുന്നത് ശരിക്കും പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നതും ഇങ്ങനെ ടോഗിൾ സ്വിച്ചറാണ്. അതും എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ്. സ്വിച്ചുകളുടെ കൺവീനിയൻസ് പറയുമ്പോൾ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ സ്പീച്ച് അസിസ്റ്റൻറ്റിൻ്റെ സ്വിച്ച് ഇവിടെ സെപ്പറേറ്റ് മാറ്റിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഹൈ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ ഈ സ്വിച്ച് തപ്പണ്ട, കറക്റ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്ഥലത്ത് ഇവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ പാഡിൽ ഷിഫ്റ്റ്സ് ഉണ്ട്. പാഡിൽ ഷിഫ്റ്റ് എനിക്ക് ഓട്ടോമാറ്റിക് വണ്ടികളിൽ എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതുണ്ടെങ്കിൽ ഒരു രസം തോന്നാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാഡിൽ ഷിഫ്റ്റ് ഉണ്ട്, അതൊരു ബൗണ്ടറി പോയിന്റ് ആയിരുന്നു. പിന്നെ ഇവിടെ സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന എല്ലാ ഓപ്ഷൻസും മാറിക്കൊണ്ടേയിരിക്കും. അതായത് ഈ 2 ജോയ്സ്റ്റിക്കാണ് ഇവിടെ വരുന്നത്. ഈ ജോയ്സ്റ്റിക്കിന്റെ ഓരോ മൂവ്മെന്റിനുള്ള ഫംഗ്ഷൻസ് മാറിക്കൊണ്ടിരിക്കും. മാറുന്നതിനനുസരിച്ച് ഇവിടെ ഇലുമിനേഷൻ വരും. ഇപ്പോൾ ഇവിടെ താഴേക്ക് നോക്കിയാൽ സെറ്റിംഗ്സിന്റെയാണ്. അപ്പോൾ താഴേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്ക് ബട്ടണും ഓക്കെ ബട്ടണുമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ മാറുന്നതനുസരിച്ച് ഇത് മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പോൾ ഇവിടെ ക്രൂസ് കൺട്രോൾ ഞെക്കിയാൽ ഈ താഴത്തെ സ്വിച്ചുകളെല്ലാം ഓണം. അപ്പോൾ ക്രൂസ് കൺട്രോളിന്റെ കൺട്രോൾസ് അപ്പോൾ ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവമുണ്ട്. ഇതിന്റെ വാർണിംഗ് സൗണ്ടുകളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. നമ്മളെ മറ്റേ പേടിപ്പിക്കുന്ന കിയോ വിളിയല്ല, അത്യാവശ്യം നല്ല രസമുള്ള രീതിയിലുള്ള പിയാനോ സൗണ്ട് പോലുള്ള വാർണിംഗ് ഷൈൻസ് ആണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. അതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് എനിക്ക് വേറൊരു ഭയങ്കര ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻ ഒന്നും വേണ്ടെങ്കിൽ കാം സ്ക്രീൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇത് ഇങ്ങനെ ആകെ സ്പീഡോമീറ്ററും 1-2 ഡീറ്റെയിൽസ് മാത്രമായിട്ട് കാം സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകും. അതും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഈ സ്ക്രീനിലും ബാക്കിലെ സ്ക്രീനിലും എല്ലാ ഓപ്ഷൻസ് ഉണ്ട്. സീറ്റിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഉണ്ട്. അത് മാത്രമല്ല ഈ ഫ്രണ്ട് 2 സീറ്റിലും മസാജ് ഓപ്ഷൻസും അവൈലബിൾ ആണ്. പിന്നെ സൺഗ്ലാസ് ഹോൾഡർ ഉണ്ട്, പാനോറമിക് സൺറൂഫ് ഉണ്ട്. അതൊക്കെ ബാക്കിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റോറേജ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഇവിടെ ഉണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്, കീ ഹോൾഡേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അടിയിലും നിറയെ സ്റ്റോറേജ് ഉണ്ട്, അവിടെയും നിറയെ സ്റ്റോറേജ് ഉണ്ട്, അവിടെയും നിറയെ സ്റ്റോറേജ് ഉണ്ട്. ആവശ്യം പോലെ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെയും സ്റ്റോറേജ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു ചില്ലറില്ല. അത് വളരെ മോശമായിപ്പോയി. അതുകൊണ്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ വളരെ ഈസിയാണ്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ മറ്റ് നമ്മൾ ഒരുവിധം പ്രതീക്ഷിക്കുന്ന എല്ലാ ലൈറ്റ് പരിപാടികളിലും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഇതിനകത്തുണ്ട്. പിന്നെ സൗണ്ട് സിസ്റ്റം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് റിവലിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. 28 സ്പീക്കേഴ്സാണ് വരുന്നത് അവിടെയൊക്കെ ആയിട്ട്. ഞാൻ ഈ വണ്ടി ആദ്യം കാണാൻ പോയപ്പോൾ ആദ്യം പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ അയാൾ പറഞ്ഞത് കയറിയിരിക്കും, ഞാനൊരു പാട്ട് കണ്ടിട്ട് കേട്ടു നോക്കുന്ന പറഞ്ഞു. അപ്പോൾ ആ പാട്ട് കേട്ടപ്പോൾ തന്നെ നമ്മളവിടെ ഇമ്പ്രസ്ഡായി, ഇമ്മീഡിയറ്റ്ലി ഇമ്പ്രസ്ഡായി.
അത്ര അടിപൊളി സൗണ്ട് സിസ്റ്റമാണ് ഇതിനകത്ത് വരുന്നത്. മറ്റ് ഫീച്ചേഴ്സ് ഓഫ് കോഴ്സ് ഇംപ്രസീവ് ആയിരുന്നു. പിന്നെ പുറത്തേക്ക് ഇറങ്ങി റോഡിലിറങ്ങി ഒന്ന് ഓടിച്ചു കൊണ്ട് നോക്കിയതുകൊണ്ടാണ് നമ്മൾ ഇതങ്ങനെ ഫൈനലൈസ് ചെയ്തത്. ഇപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലുള്ള കാര്യം, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് തോന്നുന്നു. ഇനി സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബ്ലൈൻഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്ട്രാ ഡോറിൽ. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് മടക്കി വെക്കാവുന്നുണ്ട്. വേണമെങ്കിൽ ഈ സീറ്റ് മുഴുവനായിട്ട് മടക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലാണെങ്കിൽ ഒരു ഇതെല്ലാ കൺട്രോൾസും ഉണ്ട്. സീറ്റ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. മസാജ് ഇല്ല, മസാജ് ഫ്രണ്ട് സീറ്റിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ക്ലൈമറ്റ്, ഓഡിയോ, മറ്റ് സെറ്റിംഗ്സ് എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. AC വെൻസ് ഉണ്ട്. ലാപ്ടോപ്പ് വേണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡോക്യുമെന്റ് ഹോൾഡർ, അത്യാവശ്യം ഞാൻ പറഞ്ഞ മാതിരി സ്റ്റോറേജ്, പിന്നെ പനോരമിക് സൺറൂഫ് ഏകദേശം ഇതുവരെ സെക്കൻഡ് റോയുടെ ലാസ്റ്റ് വരെ വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റുകൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. സെക്കൻഡ് റോയിലെ സീറ്റുകൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. ഫ്രണ്ടിലെ ബോൾസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വളരെ തിന്നാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി തിക്കായതുകൊണ്ട് കുറച്ചുകൂടി ഇരിക്കാൻ സുഖമാണ്. അല്ലെങ്കിൽ തന്നെ ഈ വണ്ടി ഒരു ഡ്രൈവറിനെ വെച്ച് ഓടിച്ച് കുറച്ച് ബാക്കിലിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടി വന്നിരിക്കുന്നത് പൊതുവെ. അങ്ങനെയുള്ളൊരു മൂഡാണ്. പിന്നെ ഇവിടെ ഇത്ര സ്ഥലമുള്ളൂ, ബാക്കിൽ സ്ഥലം കുറവാണ്. ഇതിപ്പോൾ 7 സീറ്റർ എന്നൊക്കെ പറയാന്നുള്ളൂ. തേർഡ് റോയിൽ പിള്ളേർക്ക് മാത്രം കയറിയിരിക്കാനുള്ള സെറ്റപ്പ് തന്നെ ബാക്കിൽ ഉള്ളൂ. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ തേർഡ് റോയിലേക്ക് കയറാനായിട്ട് വളരെ എളുപ്പമാണ്. ഒറ്റ ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം എടുത്ത് താന്ന് വരും. ഒറ്റ കൈ കൊണ്ട് നമുക്ക് മാറ്റാം. എൻ്റെ മോനൊക്കെ സ്വയം ചെയ്തിട്ട് അവൻ ബാക്കിലേക്ക് കയറിയിരിക്കും. അപ്പോൾ അതൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോയിട്ട് തേർഡ് റോയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ചെളിയുണ്ട്, അത് മൈൻഡ് ചെയ്യരുത്. ദുബായിൽ നല്ല മഴയാണ്, ഒരു രക്ഷയില്ല. 7 സീറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത്രയാണ് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കിട്ടുക. പിന്നെ ഇതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ നേരവും ഇത് ഒരു 5 സീറ്റർ മോഡലാണ് യൂസ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് ഓൺ ടച്ചിൽ 2 സീറ്റും ഹെഡ് റെസ്റ്റ് മടങ്ങി, പിന്നെ സീറ്റ് അങ്ങ് മടങ്ങി പോകും. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് എനിക്ക് നോർമലി യൂസ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഇവിടെ തേർഡ് റോയിലും AC വെൻസ് ഉണ്ട്, കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ 12 വോൾട്ട് ചാർജറും പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് നോർമലി ഈ ഒരു ലോക്ക് ബട്ടൺ വരുമ്പോൾ അതൊരു ഓൺ ടച്ച് ബട്ടണാണ്. അത് ഞെക്കി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡിക്കി അടയും, വണ്ടി ലോക്കാവും. അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് ആ ഓൺ ടച്ചിൽ നടക്കില്ല. ഈ 2 ബട്ടൺ ഞെക്കിയാലേ അത് അടയുകയും ലോക്കാവുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ അടയും എന്നുള്ളൊരു സംഭവമാണ്. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് വശം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വികാരമൊന്നും ഇല്ലാത്ത ഒരു ബാക്ക് വശമാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വലിയ കാര്യമായിട്ട് എനിക്കിവിടെ പറയാനും ഇല്ല. കുറച്ചൊന്ന് ഹൈറ്റ് കുറവായിട്ട് ബാക്ക് തോന്നുക. ഇതൊക്കെയാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള ഡീറ്റെയിൽസ്. ബാക്കി നമുക്ക് ഓടുമ്പോൾ പറയാം. സസ്പെൻഷനകത്തൊക്കെ ഒരുപാട് രസമുള്ള പരിപാടി, കുറേ ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതായത് മുന്നിലെ റോഡ് ഡിറ്റക്ട് ചെയ്ത്, എയർ സസ്പെൻഷനാണ് ബൈ ദ വേ, മുന്നിലെ റോഡ് ഡിറ്റക്ട് ചെയ്ത് അതിനനുസരിച്ച് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ പറയാം. പിന്നെ ഇനി അകത്തുനിന്നുള്ള വണ്ടി ഓടിക്കുന്ന ഭാഗം വരുമ്പോൾ അതിന് വേറൊരു പ്രത്യേകതകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത ക്ലിപ്പിലേക്ക് പോകുമ്പോൾ എനിക്ക് മുടി വളരും. മാജിക്ക് കണ്ടുപോകുക. എത്ര നേരത്തെ ഷൂട്ടിംഗ് തുടങ്ങിയാലും എത്ര സ്പീഡിൽ ഷൂട്ടിങ് നടത്തിയാലും പക്ഷേ അവസാനമാകുമ്പോഴത്തേനും ലൈറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് ഏകദേശം പോകാനായി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ എഞ്ചിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്നത് 3 ലിറ്റർ V6 ട്വിൻ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ 400 bhp പവറാണുള്ളത്, വിച്ച് ഈസ് ഹയർ ദാൻ എ സ്റ്റോക്ക് V8 മസ്താങ് ആൻഡ് ഓൾ ദാറ്റ്. ടോർക്ക് നോക്കുകയാണെങ്കിൽ 562 Nm ആണ് ഇതിന് ടോർക്ക് വരുന്നത്. അപ്പോൾ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പവർ ഫിഗേഴ്സ് ആണ് ഈ വണ്ടിക്കകത്തുള്ളത്. പക്ഷേ ഇതൊരു 7 സീറ്റർ SUV ആണ്. അതുകൊണ്ട് എനിക്ക് പൊതുവേ ഇഷ്ടപ്പെടുന്ന പോലെ കോണറൊക്കെ എടുത്ത് വണ്ടി ഓടിച്ച് കളിക്കാനോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് എക്സ്പീരിയൻസ് അങ്ങനെ ഒരു സംഭവമൊന്നുമല്ലോ നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സ്ട്രൈറ്റ് ലൈനിൽ നല്ല രീതിയിൽ പടച്ചു പോകാന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഈ വണ്ടി എടുക്കാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ ആദ്യം മ്യൂസിക് കേൾപ്പിച്ചു. പിന്നെ എന്നോട് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡിലേക്ക് ഇറക്കി ഒന്ന് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് പുഷ് ചെയ്ത് നോക്ക്, അപ്പം മനസ്സിലാവും വണ്ടിയുടെ ഗുണം എന്താണെന്നാണ് എന്നോട് പറഞ്ഞത്. എനിക്കത് ഫീൽ ചെയ്യുകയും ചെയ്തു. ഇപ്പോൾ ഈ വണ്ടിയുടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. കാരണം നമുക്ക് ആ ഒരു വളരെ സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വണ്ടി പോകുന്നൊരു ഫീൽ കിട്ടാൻ വേണ്ടി 10 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ ഈ പറഞ്ഞ അഗ്രസീവായിട്ടൊന്ന് പുഷ് ചെയ്യാൻ നോക്കുമ്പോൾ ചില നേരത്തെ അത്ര അങ്ങനെ പഞ്ചാവില്ല. പിന്നെ എന്തായാലും ഈ വണ്ടി എനിക്ക് ഫണ്ട് കിട്ടുന്ന രീതിയിൽ ഓടിക്കുന്ന ഒരു വണ്ടിയല്ല. എന്തായാലും ഒരു SUV, അതിൽ തന്നെ ഓഫ് കോഴ്സ് 7 സീറ്റർ SUV. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചവിട്ടി നോക്കാനൊക്കെ ഒരു രസമുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ വണ്ടിക്കകത്ത് കുറേ ഡ്രൈവ് മോഡ് ഉണ്ട്. ഇതിനകത്തുള്ളൊരു മോഡാണ് ഇതിപ്പോൾ നമ്മൾ നോർമലിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ എക്സൈറ്റ് എന്ന് പറഞ്ഞ മോഡാണ് ഇതിൻ്റെ സ്പോർട്ട് മോഡ്. ഇപ്പോൾ എക്സൈറ്റ് എടുത്തപ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്ത് നോക്കാം. കർത്താവേ, നോക്കണമെങ്കിൽ അത്യാവശ്യം നല്ല പെട്ടെന്ന് തന്നെ സ്പീഡ് കയറി നല്ല പടച്ച് പോകാനും പറ്റും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പടച്ച് പോകാൻ പറ്റുന്ന എൻജിൻ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈറ്റ് ലൈൻ സ്പീഡ് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഇനി എഞ്ചിനും ഗിയർ ബോക്സും ഒക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എന്തായാലും മൈലേജിൻ്റെ കാര്യം കൊണ്ടൊന്ന് പറയാം. 200 dirhams അടുപ്പിച്ചാണ് ഏകദേശം ഫുൾ ടാങ്ക് വരുന്നത്. 400 കിലോമീറ്റർ ഓടിയാൽ ഭാഗ്യം. ഒരു 400-430 നമ്മുടെ മീറ്ററിൽ കാണിക്കും. 400 എന്തായാലും ഓടില്ല. മൈലേജിൻ്റെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനങ്ങനെ എല്ലാ ദിവസവും എടുക്കുന്ന ഒരു വണ്ടിയല്ലത്. കണ്ടോ, അത്യാവശ്യം സ്ലാം ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പുറകിലേക്കുള്ള പുഷും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഈ വണ്ടിക്ക് നമുക്ക് തരാൻ പറ്റും. അങ്ങനെ
അപ്പോൾ ഇവിടെ പോലീസുകാർ മൊത്തം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അധികം അഭ്യാസം കാണിക്കാനൊന്നും പറ്റുന്നില്ല ഇവിടെ കിടന്നത്. ഞാനിപ്പോൾ റിയൽ എസ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡെയിലി ഡ്രൈവായിട്ട് നമുക്ക് ഈ വണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഡെയിലി ഡ്രൈവായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് BMW 7 Series ആണ്. അതിനകത്താകുമ്പോൾ 200 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ 800 കിലോമീറ്റർ റേഞ്ച് കാണിക്കും. എത്ര കിട്ടുമെന്നറിയില്ല, പക്ഷേ എനിക്കൊരു സമാധാനത്തിനെങ്കിലും 800 കിലോമീറ്റർ അത് കാണിക്കും. അത് കാണുമ്പോൾ ഒരു ആശ്വാസം. എയർ സസ്പെൻഷനാണ്, കുറച്ചധികം ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. ഓട്ടോമാറ്റിക് അഡാപ്ഷനും കാര്യങ്ങളൊക്കെ എല്ലാം ഓഫാണ്. കയറി എല്ലാവരും അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കും ആസ് എ ഡ്രൈവർ ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണെന്ന് ചോദിച്ചാൽ ഫോർ എവറി ഡേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അത്ര വലിയ ഇഷ്ടമുള്ള വണ്ടിയൊന്നുമല്ല. പക്ഷേ എൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എൻ്റെ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വണ്ടി മേടിച്ചത്. അത് നടക്കുന്നുണ്ട്. എന്നാലൊന്ന് അഴിഞ്ഞാടണമെങ്കിൽ അഴിഞ്ഞാടാനുള്ള സ്കോപ്പ് അത്യാവശ്യം കിട്ടുകയും ചെയ്യും. വേറെ ഒന്നും നോക്കിയിട്ടല്ല, നമ്മുടെ ഒരു ലക്ഷറി ഫീലും പിന്നെ എനിക്ക് പണ്ട് പോലെ അമേരിക്കൻ ബ്രാൻഡ്സിനോട് കുറച്ച് താല്പര്യം കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് എത്തിയത്. അപ്പോൾ ഏകദേശം അത്രയൊക്കെ തന്നെ ഈ വണ്ടീനെ പറ്റി പറയാനുള്ളൂ. ഇനി ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വണ്ടി എടുത്തപ്പോൾ ഞാനൊരു എക്സ്റ്റൻഡഡ് സർവീസ് ആൻഡ് വാറണ്ടി പാക്കേജ് എടുത്തു. ഒരു 16,000 or 18,000 ദിറംസിന് നമുക്ക് 200,000 കിലോമീറ്റേഴ്സ് വരെ സകല പരിപാടി, അതായത് ഓയിൽ ചേഞ്ച്, ബ്രേക്ക് പാഡ് ചേഞ്ച് തുടങ്ങി എന്ത് മേജർ റിപ്പയറും കാര്യങ്ങളടക്കം ചെയ്തു തരുന്ന രീതിയിൽ പാക്കേജ് എടുത്തു. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു തലവേദനയില്ലാതെ 2 ലക്ഷം കിലോമീറ്റർ വരെ ഓടിക്കാം. അത് കഴിയുമ്പോഴത്തേനും വണ്ടിയുടെ കാര്യം ഏകദേശം ഒരു തീരുമാനമൊക്കെ ആവുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് മറിച്ച് വയ്ക്കേണ്ട ഒരു പൊസിഷൻ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ. കുറേ കാര്യങ്ങൾ എന്തായാലും പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ എപ്പോഴെങ്കിലുമൊക്കെ സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പോൾ ഇതേപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം. അപ്പോൾ ഗുഡ് ബൈ.